അമ്മയാണ് ഞങ്ങളെ നോക്കിയത്. ഒരു 10ാം ക്ലാസ് വരെയൊക്കെ അത്യാവശ്യം നല്ല കഷ്ടപ്പാടിലായിരുന്നു. അപ്പോൾ അത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പാർട്ട് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. ഒരു 22 വയസ്സ് വരെയൊക്കെ ഞാൻ പാർട്ട് വർക്ക് ചെയ്ത് പഠിച്ച്. അപ്പോൾ ഞാൻ ടെക്സ്റ്റൈൽസിൽ അക്കൗണ്ട്സിൽ ജോയിൻ ചെയ്ത്. എൻ്റെ അച്ഛൻ പോയി പിന്നെ ഞാൻ വളരെ ഒരു നിരീശ്വരവാദിയാണ്. ഞാൻ ദൈവത്തിലൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായില്ല. എൻ്റെ സ്കൂളിൽ തന്നെ എന്തെങ്കിലും ഒരു ഡിബേറ്റൊക്കെ വന്ന ഏറ്റവും കൂടുതൽ ദൈവത്തിന് വിമർശിച്ച് സംസാരിക്കുന്ന ആളായിരുന്നു ഞാൻ. അപ്പോൾ ഞാനും എന്നെ 10ാം ക്ലാസ് പഠിച്ചൊരു സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് ഒരേപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ 22 വയസ്സ് വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു 5 സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിലെ ഓണർ വളരെ നല്ല ആളായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ഞാൻ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ ബന്ധുക്കാരെ സഹായിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ 2019 കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ടെക്സ്റ്റൈൽസ് പൂട്ടേണ്ടി വന്നു. അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ വന്നു. ഓവറിൽ ഒരു മുഴ എടുത്തേണ്ടി വന്നു. അപ്പോൾ യൂട്രസും എടുത്തേണ്ടി വന്നു. അത്രനാൾ അമ്മ ജോലിക്ക് കൊണ്ടുവന്ന വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ അറിയേണ്ടി വന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് വേറെ ഒന്നും ചിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ തുടർന്ന് പോട്ടുകൊണ്ട് വന്നു. വീട്ടിലെ കാര്യങ്ങളും അന്ന് എനിക്ക് 22 വയസ്സ് ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ ഞാൻ അതും പോട്ടുകൊണ്ട് വന്നു. പിന്നെ അമ്മയുടെ ഓപ്പറേഷൻ കുറച്ച് കടം വന്നായിരുന്നു. അപ്പോൾ കൊറോണ വന്നപ്പോൾ ടെക്സ്റ്റൈൽസ് പൂട്ടി. അപ്പം നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വീടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ യൂറോപ്പിലേക്ക് പോകണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് നഴ്സിംഗിനും പിന്നെ സ്കിൽ വർക്കേഴ്സിനാണെന്ന് അറിഞ്ഞപ്പോൾ